ഇനി പ്രവർത്തനം 4.3 ശ്രദ്ധിക്കുക. പാറ്റേൺ നിർമ്മിക്കാം. ഇവിടെ കാണുന്ന മാതൃകയിൽ ഒരു പാറ്റേൺ നിർമ്മിക്കണം. അതിനുള്ള കോഡുകളാണ് ഇടതുഭാഗത്ത് ഇവിടെ കാണുന്നത്. ഇതിലെ കോഡുകളൊന്ന് ശ്രദ്ധിക്കുക. 2 ചതുരങ്ങൾ കാണുന്നുണ്ട്. ഇതിലെ ഒന്നാമത്തെ ചതുരത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. സമചതുരം 6 തവണ പ്രിന്റ് ചെയ്യാനും ഓരോ തവണ പ്രിന്റ് ചെയ്യുമ്പോഴും 60 ഡിഗ്രി വലത്തോട്ട് തിരിയാനുമുള്ള കോഡുകളാണ് ഒന്നാമത്തെ ചതുരത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചതുരത്തിൽ കൊടുത്തിട്ടുള്ള കോഡുകൾ ശ്രദ്ധിക്കുക. അത് സമചതുരം നിർമ്മിക്കാനുള്ള കോഡുകളാണ്. പിന്നെ ഇവിടെ ക്ലിയർ എന്നുകൂടി കൊടുത്തിരിക്കുന്നു. ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് ചെയ്ത പ്രോഗ്രാമുകളെല്ലാം മാഞ്ഞു പോകുന്നതാണ്. നമ്മൾ പുതിയ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴയ പ്രോഗ്രാമുകളെ തുടർന്നാണ് ആക്കണമെങ്കിൽ ഇതുപോലെ ക്ലിയർ എന്ന് ഉപയോഗിക്കേണ്ടി വരും. അതല്ല പുതിയ ജാലകത്തിലാണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ക്ലിയർ എന്നുള്ളത് ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ പെൻ സൈസ് 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെൻ സൈസ് 3 എന്നാക്കി. ഇവിടെ ക്ലിയർ കൊടുക്കുന്നില്ല. പെൻ സൈസ് 3 എന്ന് കൊടുത്തു. പെൻ കളർ ബ്ലൂ എന്ന് കൊടുത്തിരിക്കുന്നു. അതിനെ നമുക്കൊന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ടെസ്റ്റിലെ മാതൃകയിലാക്കാം. അതിനെ മായ്ച്ചു കളയുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 6 എന്ന് തന്നെ കൊടുത്തു. പിന്നെ ഫോർവേഡ് എന്നുള്ളത് ആവശ്യമില്ല. കാരണം ഇവിടെ 6 വട്ടം വലത്തോട്ട് തിരിയാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫോർവേഡ് എന്നുള്ളത് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. 4J ഇൻ റേഞ്ച് 4 എന്ന് കൊടുത്തു. 4J ഇൻ റേഞ്ച് 4 എന്ന് കൊടുക്കുന്നു. കോളൻ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു. പിന്നെ അതിന് താഴെ ഫോർവേഡ് എന്ന് കൊടുക്കുന്നു. ഫോർവാർഡ് എന്ന് കൊടുത്തു. 100 എന്ന് കൊടുത്തു. പിന്നെ റൈറ്റ് 90 എന്ന് കൊടുക്കുന്നു. റൈറ്റ് 90 എന്ന് കൊടുത്തു. ഇവിടെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. ഫോർവേഡ് എന്നുള്ളത് മുന്നോട്ട് നീക്കി, ടാബ് അടിച്ച് മുന്നോട്ട് നീക്കി. റൈറ്റ് എന്നുള്ളതും മുന്നോട്ട് നീക്കി. അതുപോലെ 4J ഇൻ റേഞ്ച് എന്നുള്ളതും മുന്നോട്ട് നീക്കുന്നു. ഇനി പ്രോഗ്രാം സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ മൊഡ്യൂൾ. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൽ കണ്ടതുപോലുള്ള ഒരു പാറ്റേൺ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രവർത്തനം 4.4 ശ്രദ്ധിക്കുക. നിറം നൽകാനും പൈത്തൺ കോഡുകൾ. ഇവിടെ നമ്മൾ മുൻപ് ചെയ്ത ഒരു പാറ്റേൺ ആണ്. മുൻപ് നമ്മൾ അതിന് കറുത്ത നിറമായിരുന്നു കൊടുത്തിരുന്നത്. അതിന്റെ നിറം മാറ്റുവാനുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കളർ, അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ബ്ലൂ എന്ന് കൊടുത്തിരിക്കുന്നു. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ COLOR ബ്രാക്കറ്റിൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ. ഇപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത പാറ്റേണിന്റെ നിറം നീലയായിട്ട് മാറിയിട്ടുണ്ട്.